അപകടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരങ്ങളായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞത നിർഭരായിരിക്കുന്നു. പരസ്പരം പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോൾ ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിനെ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവരുടെ നാമത്തിൽ ചെയ്യുന്നു. ഭാര്യമാരെ, നിങ്ങൾ യോഗ്യമായ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുകയും അവരോട് ഹൃദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. പരിശോധന മേലുള്ള മാളവരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് പരിഗണി ചോദിച്ചത് കേട്ടില്ലെന്ന്. 17 പരിശോധന മേലുള്ള മാളവരോട് ചോദിക്കുന്നു, മണവാളൻ ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് പരിഗണി ചോദിച്ചത് കേട്ടില്ലെന്ന്. 17 പരിശോധന മേലുള്ള മാളവരോട് ചോദിക്കുന്നു, മാത്തൂരും ഫ്രണ്ട്സിനെ ചന്തം ചാർത്തട്ടെ. കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോന്ന് പരിഗണി ചോദിച്ചത് കേട്ടല്ലോ. മാറാനിശോ പദവിയിലെ മണക്കോല ഉന്മകമാ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളൊരു
അടുത്തതായി മണവാള ചെറുക്കനെ എണ്ണ തേപ്പിക്കുകയാണ്. പരികർമ്മി 3 പ്രാവശ്യം സദസ്സിനോട് അനുവാദം ചോദിച്ച് ആ പരികർമ്മം ചെയ്യും. 17 പരീക്ഷകൾക്ക് മേലുള്ള മാളവരോട് ചോദിക്കുന്നു, ചെറുക്കൻ എണ്ണ തേപ്പിക്കട്ടെ. 17 പരീക്ഷകൾക്ക് മേലുള്ള മാളവരോട് ചോദിക്കുന്നു, മണവാളൻ ചെറുക്കൻ എണ്ണ തേപ്പിക്കട്ടെ. 17 പരീക്ഷകൾക്ക് മേലുള്ള മാളവരോട് ചോദിക്കുന്നു, മാത്തൂര് പ്രിൻസിന് എണ്ണ തേപ്പിക്കട്ടെ. പിതൃ സഹോദരന്മാരോ അവരുടെ മക്കളോ ആരെങ്കിലുമാണ് ഇച്ചപ്പാട് കൊടുക്കുക. അതിന് ഇച്ചപ്പാട് കൊടുക്കുന്നതിനുള്ള അവകാശിയെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇച്ചപ്പാട് കൊടുക്കാനുള്ള അവകാശി സദസ്സിനോട് 3 പ്രാവശ്യം അനുവാദം ചോദിച്ച് ഇച്ചപ്പാട് നൽകുന്നതാണ്. ഒന്നുണ്ട് കേൾക്കണം മാളോകരെ,
മണവാളനിച്ചപ്പാട് നൽകിക്കോട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് അപ്പാപ്പൻ ചോദിച്ചത് കേട്ടില്ലെന്ന്. മാത്തൂരെ ചാക്കോച്ചൻ പൊന്മകനാം, മാത്തൂരെ തോമസിൻ ജ്യേഷ്ഠപുത്രൻ, എന്റെ സഹോദരനാം പ്രിൻസ് ചാക്കോൻ ഇച്ചപ്പാടിന്നു ഞാൻ നൽകിക്കോട്ടെ. കേട്ടല്ലോ 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 നേ അപ്പാപ്പൻ ചോദിച്ചത് കേട്ടല്ലോ നേ. മലങ്കര കൊടിയൊരു മതിനാല് തൊമ്മൻകീനാലെന്ന അദ്ദേഹം മുതിർന്നാമ മെയ്യ രാജമക്കളെന്നും പദം കൂടി കൂടി. ചെറുതോനെ കണ്ടു പരിശാലിക്കും പഴം പുത്തും വെച്ച് രാജ്യം കൊണ്ടാൽ മെയ്യെ വന്നു കൊടുത്തു തീർന്നു മുതിർന്നു കാര്യം കണ്ടാൽ. മൈലാഞ്ചി ഇടിയൽ ചടങ്ങ് വധുവിൻ്റെ വിവാഹ തലേ ദിവസം വധുവിൻ്റെ ഗൃഹത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങാണ്. മണവാട്ടി പെണ്ണിനെ സുന്ദരിയാക്കുക എന്നുള്ള മെസ്സേജാണ് ഈ ചടങ്ങിലൂടെ ഏവർക്കും നൽകുക. പിഴവഴിക്ക് നിറമൊഴിഞ്ഞു തന്റെ നില മകന്ന പോലെ മൈലാഞ്ചി തടവിയോർക്ക് നിറംപിഴച്ച തടയാളം. വാഴുടയ മൈലാഞ്ചി പൊരുളുടയ മൈലാഞ്ചി ഗുണമുടയ മൈലാഞ്ചി എത്തിപ്പെട്ട മൈലാഞ്ചി മൈലാഞ്ചി കരുതയ നായകനെ. അൻപിനോടെ കൃഷിയോട് ഗുണമുടയ മൈലാഞ്ചി. മണവാട്ടിക്ക് ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്നേ അവകാശി ചോദിച്ചത് കേട്ടില്ലെന്നേ. മണവാട്ടി റിനുവിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്നേ അവകാശി ചോദിച്ചത് കേട്ടില്ലെന്നേ. ഞങ്ങളുടെ കുഞ്ഞിപ്പെങ്ങൾക്ക് നമ്മുടെ മണവാട്ടിക്ക് ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടല്ലോ 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 നേ അവകാശി ചോദിച്ചത് കേട്ടല്ലോ നേ. ിന്റെ അംഗീകാരവാദിന്
ഇന്നാരുണരില്ല കൂടലിയാളെ ചുറ്റുപാടും തോറമ്മ ഒരു നാഥനോട് പെട്ടെന്നൊരു മൊഴി എന്ന് മൊഴികൾ കേട്ടി അന്ന് തിരഞ്ഞു കാലം അന്ന് പുരുഷനെന്ന് അന്ന് വാരം കൊടുത്തു കണ്ടിച്ചു കല്യാണവും എണ്ണിക്കുറിച്ച നാളിൽ പുത്തൻ പാനയോലയിൽ ചിത്രമെടുത്തു കിട്ടു പത്തും വീടിച്ചു ചൊല്ലി ശുദ്ധമാ പൂജ നേരം കുലാഹലത്തോടന്ന് അത് വീശയറിഞ്ഞു കൊളുത്തീനിളെ എട്ടുമാണക്കോലവും കൂടി വരുന്നു ജനം പാടെ കല്യാണ വീട്ടിൽ വേഗം പെണ്ണു നടന്നു ലോകം പിന്നെ നടന്നു വെള്ളച്ചാമയത്തോടെ പള്ളിയാകും മൂകിന്ന് ചുറ്റുപാചകം ചൊല്ലി കയ്യും പീഡിപ്പിച്ചിട്ട് കയ്യാലെ മുങ്ങിയവൻ കയ്യാലെ കെട്ടിക്കാലി പട്ടുമാണിഞ്ഞവരെ കസേരയിലിരുത്തി വിട്ടുതാരത്തിൽ വന്ന പെട്ടെന്ന് ഭൂഷണങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റ് കണ്ട് കൊറോണയുടെ നല്ല വശങ്ങൾ. ഞാൻ നോക്കിയിട്ട് ഈ കൊറോണ കാരണം കുറെ ബുദ്ധിമുട്ട് ഈ ലോകം മൊത്തം ഉണ്ടായെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ജ്ഞാനായ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷ നിമിഷമാണ് ഈ കൊറോണ കാരണം. ഇതിപ്പം കൊറോണ കാലത്തെ രണ്ടാമത്തെ ജ്ഞാനായ കല്യാണമാണ്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു കല്യാണം നടന്നിട്ടുള്ളൂ. പക്ഷേ ഈ കൊറോണ കാരണമാണ് ഈ ഞങ്ങൾക്ക് ഇവിടെ ഒരു ജ്ഞാനായ കല്യാണം കൂടാനുള്ള ഒരു സാഹചര്യം ഒത്ത് വന്നത്. അതിന് പ്രിൻസിനെയും ഫ്രീനോനെയും ഒത്തിരി താങ്ക്സ് പറയുന്നു. അതുപോലെ എനിക്കറിയാം ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ ഇതിന്റെ 10 മടങ്ങ് ഒരു ആഘോഷമാണ് ജ്ഞാനായ കല്യാണം അല്ലെങ്കിൽ തലേദിവസത്തെ പരിപാടികൾ. അത് അവർ മിസ് ചെയ്യുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു അവർക്കൊരു ഹോംലി ഫീലിംഗ് കൊടുക്കാനും എന്താ പറയുക ഇതിനെ ഒരു ആഘോഷമാക്കാനും. അപ്പം എല്ലാവിധ ആശംസകളും ഞാൻ പ്രിൻസിനെയും വീണുവിനും നേരുന്നു. നല്ല എന്താ പറയുന്നത് നല്ല ഒരു ദമ്പതികളായിട്ട് നിങ്ങൾ എന്നാ പറയുന്നത് ബുധനാഴ്ച LSD പാരീഷിൽ വെച്ചാണ് കല്യാണം. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ വെച്ച് നമുക്ക് കാണാം. ബാക്കി ജ്ഞാനായ ചടങ്ങുകൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അവിടെ കൂടാം. അപ്പം ഒന്നുകൂടെ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും നേർന്നുകൊണ്ട് നിങ്ങളെ എല്ലാവരും എന്നാ പറയുന്നത് ഈ ഒരു ജ്ഞാനായ ഒരു തനിമയിൽ ഞാൻ എന്നാ പറയുന്നത് വെൽക്കം ചെയ്തു. താങ്ക് യു. പ്രത്യേകിച്ച് ജോബി ചാനൽ, ബിജോ മോൻ ചാനൽ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പേര് പറയാനാണെങ്കിൽ എല്ലാവരുടെയും പേര് പറയണം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഏറ്റവും ഫ്രം ഡീപ്പ് ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച്. कहानियां पहली दफा अरमानों में रवानियां पहली दफा हो गया बेगाना मैं होश से
पहली दफा प्यार को पहचाना, एहसास है ये नया। सुना है ये रस्म वफा है, जो दिल पे नशा है वो पहली दफा है। सुना है ये रस्म वफा है, जो दिल पे नशा है वो पहली दफा है। कभी दर्द सी कभी जर्द सी जिंदगी